കൊല്ലം കൊട്ടാരക്കരയിൽ സ്കൂൾ വിദ്യാർത്ഥിനിയെ പ്രണയം നടിച്ച് മതം മാറ്റാൻ ശ്രമം. ഹൈന്ദവ വിശ്വാസങ്ങൾ വിട്ട് ഇസ്ലാം ആകണമെന്നും പൊന്നാനിയിലേക്ക് പോകണമെന്നും പെൺകുട്ടിയോട് ആവശ്യപ്പെട്ടതായി വെളിപ്പെടുത്തൽ. നിരന്തരമായ ഭീഷണിയെ തുടർന്ന് ഭീതിയിലാണ് പെൺകുട്ടിയും കുടുംബവും. ജനം ടിവിയോട് ഇക്കാര്യം അവർ തുറന്നു പറയുകയും ചെയ്തു. ജനം എക്സ്ക്ലൂസീവ്. ഫ്രണ്ട്ഷിപ്പ് തുടങ്ങി, പിന്നെ അത് റിലേഷനിലോട്ട് പോയി ആദ്യമൊന്നും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ വീട്ടിൽ പറഞ്ഞപ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞിരുന്നു ഞാൻ മതം മാറി ചെന്നേ പറ്റൂ. ഞാൻ ആദ്യമൊക്കെ സമ്മതിച്ചില്ല. അപ്പം ഞാൻ ആ ഒരു സംസാരം വരുമ്പോഴേ ഞാനങ്ങ് വഴിതിരിച്ച് വിടുമായിരുന്നു ചെയ്യുന്നത്. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും. അപ്പോൾ പറയും പൊന്നാനിയിൽ സത്യസരണയിൽ കൊണ്ടുപോകും എന്നെ, അവിടെ ക്ലാസ് ഉണ്ട്, അവിടെ നിർത്തും, മതം മാറിയേ പറ്റൂ എന്ന് പറഞ്ഞു. +2 വിദ്യാർത്ഥിനിയെ പഴയ പരിചയം പുതുക്കാനെന്ന രീതിയിൽ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് യുവാവ് വലയിലാക്കിയത്. പ്രണയാഭ്യർത്ഥന നടത്തിയ ശേഷം ഹൈന്ദവ വിശ്വാസിയായ പെൺകുട്ടിയോട് പലതവണ മതം മാറണമെന്നാവശ്യപ്പെട്ടു. ഇതിനായി പൊന്നാനിയിൽ പോകണമെന്നും സത്യസരണിയിൽ 15 ദിവസത്തെ ക്ലാസ് ഉണ്ടാകുമെന്നും അറിയിച്ചു. കുറിയിടുന്നതും അമ്പലത്തിൽ പോകുന്നതും എതിർത്തിരുന്നതായും പെൺകുട്ടി പറയുന്നു. എന്നോട് പറഞ്ഞ അമ്പലത്തിൽ പോകരുത്, തട്ടിടണം, പൊട്ടിടരുത്, കുറിയിടരുത്. ഞാൻ എന്തോ പൊട്ടോ കുറിയോ എന്തോ ഇട്ട് എന്തോ പോസ്റ്റ് ചെയ്യുക എന്തോ ചെയ്ത് ഉടനെ അത് ഡിലീറ്റ് ചെയ്യിപ്പിച്ചെന്നെ കൊണ്ട്. നീ പൊട്ടിടുന്നതും കുറിയിടുന്നത് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പറയുന്നുണ്ട് നിനക്കൊന്നും തോന്നരുത്, എനിക്ക് നീ പൊട്ടും കുറിയിടുന്നത് എനിക്ക് ഇഷ്ടമല്ല, അതെൻ്റെ കണ്ണിന് മുന്നിൽ കാണരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. യുവാവിനെതിരെ മറ്റൊരു പെൺകുട്ടിയും പൂയപ്പള്ളി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇയാളുടെ വീട്ടുകാർക്ക് കാര്യങ്ങൾ അറിയാമായിരുന്നുവെന്നും പെൺകുട്ടി പറയുന്നു. എനിക്ക് മുന്നേ ഒരു പെൺകുട്ടി ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അവരുടെ വീട് അടുത്തടുത്താണ്. അപ്പം റോഡിൽ വെച്ച് ഈ കുട്ടീനെ ഉപദ്രവിച്ചിട്ടൊക്കെ ഉണ്ട്. എനിക്കും പേടിയുണ്ട് ഇങ്ങനെ ഉപദ്രവിക്കുമോ എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ കേസായിട്ട് പോയത്. മതം മാറുമെന്ന് പറഞ്ഞ് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുമെന്ന് പറഞ്ഞ് എത്രയോ നാളത്തെ ക്ലാസ് ഉണ്ട്, നിന്നെ അവിടെ നിർത്തും, ഞാൻ നിർത്തിട്ടിങ്ങി വരും, അങ്ങനെയൊക്കെ പറഞ്ഞ്. എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു. അവൻ്റെ വീട്ടുകാരുടെ അറിവോടെ തന്നെ. നിരന്തരമായ ഭീഷണികൾക്കൊടുവിലാണ് പെൺകുട്ടി അമ്മയോട് കാര്യം തുറന്നു പറയുന്നത്. ഞാനിപ്പോൾ 1.5 ആഴ്ച ആയതുള്ളൂ ഇത് അറിഞ്ഞിട്ട്. ഏതൊരു 5 മാസത്തോളം ഇതിങ്ങനെ ടോർച്ചറിങ്ങും മാനസികമായിട്ടുള്ള പീഡനവും കൊച്ചു സഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവൾ കൈഞ്ഞരമ്പൊക്കെ അറുത്തു, ഗുളികകൾ വാരി കഴിച്ചു. ഇതൊക്കെ ഞാൻ വിചാരിച്ചു ഡിപ്രഷൻ, പഠിക്കാനുള്ള എൻ്റെ എക്സാമിൻ്റെ അങ്ങനെയൊക്കെയുള്ള ഡിപ്രഷൻ ആണെന്ന് കരുതിയാണ് ഞാനതിനെ കണ്ടത്. അപ്പോൾ അവളുടെ അടുത്ത് ഞാൻ പറയും നീ ഉള്ള മാർക്ക് വാങ്ങിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവളെ ആശ്വസിപ്പിച്ചിട്ടുള്ളൂ. പക്ഷേ ഇതാണ് കാരണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ അതിനുശേഷം ഒരു ദിവസം ഈ ഒരു ബുക്ക് എടുത്ത് എൻ്റെ കയ്യിൽ തന്നിട്ടുള്ളൂ. പറഞ്ഞു അമ്മ ഇതൊന്ന് വായിച്ച് നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ ആ ബുക്കിനകത്ത് എഴുതിയേക്കുന്നത് മൊത്തം വായിച്ച് നോക്കിയപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. പിന്നെ വൈകുന്നേരം സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ ചോദിച്ചപ്പം ഇവിടെ എൻ്റെ അടുത്ത് ഈ കാര്യങ്ങൾ അപ്പോഴാണ് പറയുന്നത്. അപ്പോൾ ആ ബുക്കിനകത്ത് എഴുതിയേക്കുന്നത് പോലെ തന്നെ അതിനേക്കാളും ബുക്കിൽ എഴുതാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വന്നു അവൾക്ക് എൻ്റെ അടുത്ത്. തനിക്കു പിന്നിൽ ഒരുപാട് ആളുകളുണ്ടെന്നും അവരുടെ സഹായത്തോടെ മതം മാറിയാൽ കിട്ടുന്ന പണം കൊണ്ട് ജീവിക്കാമെന്നും യുവാവ് പെൺകുട്ടിക്ക് വാഗ്ദാനം നൽകി. ഒരു ആലപ്പുഴയിലുള്ളൊരു ജോബി, അയാളാണ് കൊച്ചിനെ അവിടെ കൊണ്ടു ചെന്ന് കൊടുക്കാൻ ഇവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ ജോബി ആരാണെന്ന് എനിക്കറിയത്തില്ല, മോള് പറഞ്ഞിട്ടുള്ള അറിവേ ഉള്ളൂ. അയാൾക്ക് ഈ പയ്യന് അയാളുമായിട്ട് കോണ്ടാക്ട് ഉണ്ട്. ആലപ്പുഴക്കാരനാണെന്നും അയാളുടെ വീട്ടിൽ കൊണ്ട് നിർത്താമെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ജോബിയുടെ ക്യാരക്ടർ ഇവൾ തന്നെ പറയുന്നു മോശം ക്യാരക്ടറാണ്, അങ്ങനെ ഒരാളാണെന്ന് പറയുന്നുണ്ട്. ഈ പയ്യൻ്റെ സഹോദരിക്ക് എൻ്റെ മോളുടെ പ്രായമാണ്. അപ്പം ഇവൾക്ക് 18 ആകുമ്പോൾ ആ കൊച്ചിനും ആവും. അപ്പോഴത്തേക്കും ഇവൾ കൂടെ ചെല്ലുവാണെങ്കിൽ പൈസ കിട്ടുമെന്ന് പറഞ്ഞു. മതം മാറിക്കഴിഞ്ഞാൽ ക്യാഷ് കിട്ടും. ആ ക്യാഷ് കിട്ടിയിട്ട് വേണം സഹോദരിയെ കല്യാണം കഴിപ്പിക്കാനും നല്ലൊരു വീട് വെക്കാനുമെന്ന് ഈ പയ്യൻ പറഞ്ഞിട്ടുണ്ട്. സംഭവം അറിഞ്ഞതിനു പിന്നാലെ ചൈൽഡ് ലൈനിൽ കാര്യങ്ങൾ അറിയിച്ചു. പോലീസിലും പരാതി നൽകി. കൊട്ടാരക്കര പോലീസ് ഒത്തുതീർപ്പിന് ശ്രമിച്ചതായും ആരോപണമുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ട് കുടുംബം പരാതി നൽകി. ഇനിയും ഇത്തരത്തിലുള്ള ഭീഷണി ഉണ്ടാകുമോ എന്ന ഭീതിയിലാണ് ഈ കുടുംബം. ജനം, കൊല്ലം.